കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആണ്, നമുക്ക് എല്ലാവരും കയറാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ChatGPT എന്നുള്ള ഒരു ടൂളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, പ്രോംപ്റ്റിംഗ് ആണ് നമ്മുടെ മെയിൻ സ്കില്ലായിട്ട് വരുന്നത്, എന്താണെന്നുള്ളതൊക്കെ നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെ വന്ന് ഓരോരുത്തരെയും എനിക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലി നിങ്ങളുടെ പേര് പരിചയപ്പെടുത്താം, നിങ്ങളെവിടെ സ്ഥലം പരിചയപ്പെടുത്താം, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ. എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്ന ആളുകൾ ക്യാമറ ഓൺ ആക്കാം. ഓക്കെ. പിന്നെ ഒരു 1-2 നിർദ്ദേശങ്ങൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക. അല്ലാതെ വെറുതെ നിങ്ങൾ മൈക്ക് എന്ത് ചെയ്ത് ഓൺ ആക്കിയിടരുത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എനിവേ എല്ലാവരും ഒന്ന് കയറിയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക അല്ലേ? ഓക്കെ. അപ്പോൾ ബഷീർ അബ്ദുള്ള അല്ലേ, അതുപോലെ തന്നെ അബി, രണ്ടുപേരാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടാം നമുക്ക്. ബഷീർക്ക ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മൈക്കിന് പ്രശ്നമുണ്ടോ? സോറി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി സാർ. എന്നാൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. സാർ എവിടെ സ്ഥലം വരുന്നത്? എവിടെ? തൃശ്ശൂരാണ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? പ്രിന്റിംഗ് പ്രസ് അടുത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. മൈക്ക് ഭയങ്കര നോയിസ്. ഓക്കെ ഓക്കെ. അടുത്ത ആൾ അബിയാണ്. അബി ഫ്രം UAE അല്ലേ? UAE എവിടെയാണ്? കോട്ടയത്താണ് നാട് അല്ലേ? യെസ്, റാസൽ കൈമയിലാണ്. എന്ത് ചെയ്യുന്നു അബി? ഹോം സിനിമ പ്രോ. ഓ യെസ്, യെസ്, അങ്ങനെ ചെയ്യാണ് അല്ലേ? അതാ ഹോം സിനിമ ഉദ്ദേശിക്കുന്നെങ്കിൽ മനസ്സിലായില്ല. അവിടെ എന്താണ് നിങ്ങൾ വർക്കായിട്ട് എന്താ വരിക? അവിടെ ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതാണോ, അതോ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മോഡൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഹോം തിയേറ്ററിംഗ് വില്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയല്ലേ? യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. ഓക്കെ, നമുക്ക് പുതുതായിട്ട് വേറെ ആരൊക്കെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്? ഇർഫാന, ഒന്ന് എല്ലാവരോടും പെട്ടെന്നൊന്ന് കയറാൻ പറയണം കേട്ടോ. കുറേ ആളുകൾ റെക്കോർഡിങ്സിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആരെയും കയറുന്നുണ്ടോ എന്നുള്ള ഒരു പോൾ ഇട്ടോ, കയറുന്ന ആളുകൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങായിരുന്നു. അതുപോലെ പുതിയ എന്താണ് ധനന്ത് ഷുറൂഖ്. ഓക്കെ, പുതുതായിട്ട് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തോ? ഇർഫാന. യെസ്, ഓക്കെ. പുതുതായിട്ട് ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ധനന്ത് അല്ലേ? എന്താണ് പേര്? DST ഒമാൻ എന്ന് എഴുതിയിട്ടുള്ള ആൾ പ്രൊഫൈല്. ഒന്ന് പരിചയപ്പെടുത്തോ? പേരെന്താണ്, എവിടെയാണ്, നിലവിൽ എവിടെയാണ്, എന്ത് വർക്ക് ചെയ്യുന്നു? ഹലോ, ഞാൻ ഹമീദ്. യെസ്, ഹമീദ്. എന്റെ കമ്പനി പേരാണ് ദാനത്ത് ഷുറൂഖ് എന്നുള്ളത്. ഓക്കെ, എന്ത് കമ്പനിയാണ്? ഞാന് റൂഫിംഗ് ഷിംഗിൾസ് ഉണ്ട്, ബിൽഡിംഗ് മെയിൻ്റനൻസ്, അങ്ങനെ ചെറിയ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. എവിടെയാണ് കമ്പനി വരുന്നത്? ഈ റൂഫിംഗ് ഷിംഗിൾസ് ഇവിടെ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ദാനത്ത് ഷുറൂഖ് എന്നുള്ള ഒമാനിലെ മസ്കത്തിലെ ഞങ്ങളുടെ കമ്പനി. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കോഴിക്കോട്, രാമനെട്ടുകര. പേരെന്താ, ഞാൻ മറന്നുപോയി. അബൂ സിനാൻ എന്നുള്ള രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ. അബൂ സിനാൻ. യെസ്. നിങ്ങളുടെ പേര് അബൂ സിനാൻ? ഒമാൻ ഐഡിയില് 93273335 എന്നുള്ള അതില് വാട്സപ്പിലുള്ള. യെസ് യെസ്, അതിൽ കണക്ട് ചെയ്തിട്ട് അബൂ സിനാൻ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ. വല്ലാത്ത ആളുകൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും.
പിന്നെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് പരിചയപ്പെടുക. ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ChatGPT എന്നുള്ള ഒരു ടൂളിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ്, രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിഞ്ഞാലാണ് എനിക്ക് അത്ര നല്ല രീതിയിൽ ChatGPT എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് മ്യൂട്ട് ആക്കിയോളൂ. ഓക്കെ സാർ, ഒന്ന് മ്യൂട്ട് ആക്കിയോളൂ. അബു സിനാൻ. ഓക്കെ. യെസ്, ഹസീന മാഡം ഒന്ന് പരിചയപ്പെടുത്തോ. ഹസീന. ഞാൻ ടീച്ചറാണ്, ഗവൺമെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യണേ. മാഡം മുന്നേ നമ്മുടെ കോഴ്സ് എടുത്തതല്ലായിരുന്നോ? അതെ. യെസ്, നമ്മളായിട്ടൊരു ലൈവ് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. എവിടെയായിരുന്നു സ്ഥലം എവിടെയായിരുന്നു? മറന്നുപോയി. എന്റെ വീട് തൃത്താല സബ് ജില്ലയിലാണ് ഞാൻ വർക്ക് ചെയ്യണേ. അതായത് പാലക്കാട് ജില്ല. LP ആണോ UP ആണോ ഇപ്പൊ നോക്കുന്നത്? LP സ്കൂളാണ്. അറ്റ് പ്രസന്റ് ഞാനിപ്പോ ഖത്തറിലാണ്. അതുകൊണ്ടാണ് നേരത്തെ ഫോൺ വരുമ്പോ എനിക്ക് വാട്സപ്പ് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാൻ ഖത്തറിൽ ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്? അല്ല, ഞങ്ങൾ വെക്കേഷൻസിന് ഇങ്ങോട്ടൊന്ന് വരാറുണ്ട്. ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. മോൻ ഇവിടെ പഠിക്കണേ, ഖത്തർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഫിൻടെക് ആണ് മൂത്ത ആള്. ഇപ്പോ അവൻ സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ രണ്ടാളിനും കാണാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് വെക്കേഷൻ. പുതുതായിട്ട് വേറെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? പുതുതായിട്ട് വന്ന ആളുകളൊന്ന് പരിചയപ്പെടുത്തട്ടോ. നമ്മളൊന്ന് ഇന്ററാക്ഷൻ ആണ്. എനിക്കൊരു സഹായം വേണമായിരുന്നു. എനിക്കിത് പ്രൊഫഷണൽ ലെവലിലോ അങ്ങനെയുള്ളതിനൊന്നും അല്ല വേണ്ടത്. എനിക്ക് എന്റെ സ്കൂളിലത്തെ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇതിലേക്ക് ജോയിൻ ചെയ്യണേ. അപ്പോൾ എനിക്ക് അന്ന് ആ ഫ്രീ ഒരു ക്ലാസ്സിന് വെച്ചിരുന്നല്ലോ. അതില് ഇങ്ങനെ ഒക്കെ പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അതും കൂടി ഒന്ന് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്ലാസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു മാഡം. അടുത്തതായിട്ട് പുതുതായിട്ട് ആരെയും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഹലോ, എൻ്റെ പേര് ജോജി എന്നാണ്. യെസ്, ജോജി സർ പറഞ്ഞോളൂ. എൻ്റെ പേര് ജോജി എന്നാണ്. ഞാനിവിടെ എവിടെ സ്ഥലം മീൻസ് നാട്ടിലെ കോട്ടയമാണ്. നാട്ടിൽ കോട്ടയം. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാണ്? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ ഇംഗ്ലണ്ടിലാണ്, UK-ലാണ്. ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യുന്നു? എന്താണ് ജോലി? എന്താണ് അവിടെ? സോഷ്യൽ വർക്ക് മേഖലയാണ്. സോഷ്യൽ വർക്ക് ആയിട്ട് പോകുന്നു. ഓക്കെ. എനിക്ക് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ അസോസിയേഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ അസോസിയേഷൻ അതൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അതിനൊക്കെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക, അതിനൊക്കെ ഞാൻ ഒരു ദിവസത്തെ ചെയ്തായിരുന്നു. താങ്ക് യു സർ. വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആയിക്കോട്ടെ. ശരി സാറേ, ഇതില് നമ്മള് പെന്നോ പേപ്പർ എന്തെങ്കിലും കരുതേണ്ടതുണ്ടോ ഇപ്പൊ? ഇല്ല. നിങ്ങളിപ്പോ അറ്റൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പിലാണോ ഫോണിലാണോ? മൊബൈലിലാണ്. ലാപ്പ് നിർബന്ധമാണോ? അല്ല, നിങ്ങൾക്ക് ഒരു ലാപ്പിൽ അറ്റൻഡ് ചെയ്ത് ഫോണിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഫോണിൽ അറ്റൻഡ് ചെയ്ത് ലാപ്പിൽ ചെയ്ത് നോക്കാം. രണ്ട് ഫോണുണ്ട്. ഒന്നില് കണ്ട് മറ്റൊന്നിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറ്റുമോ? അങ്ങനെ ചെയ്യാം. നിങ്ങൾ എഴുതിയെടുക്കാന്നുള്ളതല്ല, നിങ്ങൾ മനസ്സിലാക്കുക, അത് പ്രാക്ടിക്കലി ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എഴുതി വെച്ചാൽ ഒന്നുകൂടെ ഗുണം ചെയ്യും. റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം, നിങ്ങളെ ഇഷ്ടം. എല്ലാവരും നിങ്ങൾക്ക് 2 ഗാഡ്ജറ്റ് ഉണ്ടാവും. ഒന്നിൽ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ് വാച്ച് ചെയ്യാം, ഒന്നിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഡിവൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. യെസ്. അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്ക് പുതുതായിട്ട് ആരെയും ഉണ്ടോ? ജോജി സർ പറഞ്ഞു, ഹസീന മാഡം, അതുപോലെ അബുയാസിൻ. ഏകദേശം കുറച്ച് പേരായിട്ട് ഇനിയും കുറച്ച് പേരുണ്ട്. ഇത്രയും കൂടി പേര് കയറാനുണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നത്തെ വരുന്ന ആളുകളെ നമുക്ക് വഴിക്ക് പരിചയപ്പെടാം. പിന്നെ അപ്പോൾ
അപ്പോൾ ഇത്ര ആളുകൾ നമ്മളെ ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഇറ്റ്സ് ടു പ്രൗഡ് ഫോർ മീ. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ടൂൾ, നമുക്ക് ഒരുപാട് ടൂളുകൾ ഇന്ന് ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുന്നു, ഓരോ ടൂളുകൾ പല കേസിനും വേണ്ടിയിട്ട് ഒരുപാട് ടൂളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൂളാണ് ChatGPT എന്നുള്ളത്. ChatGPT അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അതിൽ ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. യെസ്. അപ്പോൾ നമുക്ക് എല്ലാവരും കേൾക്കുന്ന ഒരു ടൂളാണ് ChatGPT. ഈ ഒരു ടൂൾ കൊണ്ട് നമുക്ക് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് കുറേ ടൂളുകൾ അറിയണമെന്നൊന്നുമില്ല. എല്ലാ ടൂളുകളും നമുക്ക് എങ്ങനെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മളെ ആവശ്യത്തിന് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അത് പഠിച്ചാലുള്ള ഗുണം എന്താണ്? ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും, ഒരുപാട് കോസ്റ്റും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പുതുതായിട്ടൊരു സ്കില്ല് നമുക്ക് നന്നായിട്ട് അറിയെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് വേണമെങ്കിൽ എടുക്കാം. ChatGPT കുറച്ച് നിങ്ങൾക്ക് ഒരു കോഴ്സ് വേണമെങ്കിൽ എടുക്കാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാം, ഇതിൻ്റെ മാക്സിമം യൂസ് കേസ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ഒരുപാട് സ്കോപ്പുകൾ ഇതിലുണ്ട്. ChatGPT എന്നുള്ള ഒറ്റ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രത്തോളം വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ടൂളാണ് ChatGPT. ഇപ്പോൾ AI എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമുക്ക് OpenAI എന്നുള്ള ഒരു കമ്പനിയാണ് ChatGPT എന്നുള്ള ഒരു ടൂൾ ഇറക്കിയിട്ടുള്ളത്. അത് ഇറക്കിയത് OpenAI എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സാം ആൾട്ട്മാൻ എന്നാണ്. സാം ആൾട്ട്മാൻ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കാണാൻ പറ്റും. സാം ആൾട്ട്മാൻ, ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാം ആൾട്ട്മാൻ ഇയാളാണ് ChatGPTന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, ഇദ്ദേഹമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എലോൺ മസ്ക് അറിയാലോ. എലോൺ മസ്കിനും ഈ കമ്പനിയിൽ ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ChatGPT എന്നുള്ള ടൂൾ ഇറക്കിയിട്ടുള്ളത്. സാം ആൾട്ട്മാൻ്റെ ഒരു കമ്പനിയാണ് OpenAI എന്ന് പറഞ്ഞിട്ട്. OpenAIയുടെ ഒരു ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ OpenAI ആണ് ഇതിൻ്റെ പാരന്റ് കമ്പനി. OpenAI കമ്പനിയുടെ അവരിറക്കിയിട്ടുള്ളൊരു ഗൂഗിളൊക്കെ പോലെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ എന്താ കിട്ടുക, കുറേ റിസൾട്ടുകൾ കിട്ടും അല്ലേ. സാം ആൾട്ട്മാൻ എന്ന് സെർച്ച് ചെയ്തപ്പോൾ സാം ആൾട്ട്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വന്നു. നേരെ ChatGPT സാം ആൾട്ട്മാൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താ വരിക, കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടും. ആരാണ് സാം ആൾട്ട്മാൻ, മൂപ്പർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ടൂൾ ഇറക്കിയിട്ടുള്ള ആളാണ് സാം ആൾട്ട്മാൻ എന്ന് പറയുന്നത്. അത് OpenAI ആണ് ഇതിൻ്റെ കമ്പനിയുടെ പേര്. ഓക്കെ, പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ChatGPT യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൻ്റെ ക്രോമിൽ കയറുക, ChatGPT എന്ന് ടൈപ്പ് ചെയ്യാം. chatgpt.com എന്ന് ടൈപ്പ് ചെയ്താലും മതി. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ മൊബൈൽ ഫോണാണെങ്കിൽ ChatGPT എന്നുള്ള പ്ലേ സ്റ്റോറിലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആപ്പ് അവൈലബിൾ ആണ്. ഇനി വെബ് ആണെന്നുണ്ടെങ്കിൽ chatgpt.com അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ chatgpt.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിൻ്റെ വെബ്സൈറ്റിലോട്ട് വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കട്ടെ. ചെയ്തതിൻ്റെ ഇടയിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അപ്പോൾ chatgpt.com അടിച്ചു കഴിഞ്ഞാൽ ChatGPT ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾക്ക് ആപ്പ് തന്നെ പോരെ, ഇനി വേറെ വേണ്ടല്ലോ? ആപ്പ് മതി, വേറെ ഒന്നും വേണ്ട, ആവശ്യമില്ല. ഓക്കെ, ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം പിന്നെ അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇമെയിൽ ID ആയിട്ട് ലിങ്ക് ചെയ്യണം. നിങ്ങൾ ഏതാണോ, നിങ്ങളെ ഇമെയിൽ ID ഏതാണോ അതായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നിങ്ങളുടെ ഡാറ്റയൊക്കെ അവിടെ സേവ് ആവും. ഓക്കെ, അപ്പോൾ വാട്ട്സ് ഓൺ ദ അജണ്ട ടുഡേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതന്നെ എല്ലാവരും ഇത് എടുത്തിട്ടോ? ഇത് ഇപ്പോൾ പ്രാക്ടിക്കലി എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ChatGPT ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? അങ്ങനെ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഏത് ടൂൾ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ഇതിൽ ഒരു ഉപയോഗിക്കാത്ത ഒരാളാണ്, ഒന്നും പരിചയമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാം. അപ്പോൾ നമുക്ക് ആസ്ക് എനിത്തിങ് എന്നുള്ളൊരു ടാബ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ ന്യൂ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സെർച്ച് ചാറ്റ് എന്നുള്ള ഓപ്ഷനാണ്. കോഡക്സ് എന്നിട്ടുള്ളൊരു മോർ എന്ന് കാണാൻ പറ്റും. മോറൽ ഇമേജസ്, ഡീപ്പ് റിസർച്ച് ആപ്സ് എന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ GPT പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടോ, GPT എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയിൽ കോഡ് പൈലറ്റ്, എക്സ്പ്ലോർ GPT എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്തൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ പുതിയ ചാറ്റ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ചാറ്റാണ്.
ഇപ്പോൾ ഹായ് എന്തടിച്ചാലും നമുക്കൊരു ചാറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഹായ് എന്നടിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഹായ് സവാദ്, വാട്ട് ഡു യു നീഡ് ഹെൽപ്പ്? ഇത് എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് സവാദ് ആണെന്നുള്ള ആർക്കറിയാം? ചാറ്റ്ജിപിടിക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ പുതുതായിട്ട് ഒരാൾ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെടുക്കാം. ഐ ആം സവാദ്. അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഐ ആം സവാദ്, ഐ എം എ ട്രെയിനർ ഇൻ AI ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എൻ്റെ ആവശ്യം ഇതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ്ജിപിടി ഒന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചാറ്റ്ജിപിടിയുടെ മെമ്മറിയിൽ അത് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരൊക്കെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അവരെന്ത് ചെയ്യുക, അപ്പം നിങ്ങളെ കുറിച്ചൊന്ന് ഇപ്പം ചാറ്റ്ജിപിടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെ പോലെ കാണാം, ഒരു ഫ്രണ്ടിനെ പോലെ കാണാം. പുതുതായിട്ട് പരിചയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആളെ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുക? എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ്ജിപിടിനെ കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ചാറ്റ്ജിപിടിയുടെ മെമ്മറിയിൽ എന്ത് ചെയ്യും, അത് സേവ് ചെയ്യും. അപ്പോൾ എന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ആരാണെന്നുള്ള കൺസെപ്റ്റ് എന്തുണ്ട്, ചാറ്റ്ജിപിടിക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചാറ്റ്ജിപിടി നമ്മൾ ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഏതൊരു ടോപ്പിക് ആണെങ്കിലും ആ ടോപ്പിക്കിൽ നമുക്ക് ഇത്തരം AI ടൂളുകൾ ട്രെയിൻ ചെയ്യാൻ പറ്റും. ട്രെയിനിങ് അങ്ങനെ നമ്മൾ ട്രെയിനിങ് ഡാറ്റ കൊടുത്തിട്ടാണ് ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഡാറ്റ എങ്ങനെ കൊടുക്കും, നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് അവർ മെമ്മറിയിൽ ഫീഡ് ചെയ്യുക. അപ്പോൾ ആ മെമ്മറിക്ക് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഈ AI ടൂളൊക്കെ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സവാദ് എന്ന് വരാൻ കാരണം ഞാൻ സവാദാണെന്ന് ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിൻ്റെ മെമ്മറിയിൽ ഇത് സവാദാണെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഒന്നെന്ത് ചെയ്യുക, ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെക്കുക നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോയിപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് നോക്കുക. വെറുതെ റാൻഡായിട്ട് കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റ്. നിങ്ങൾക്ക് പുതിയൊരു ചാറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ന്യൂ ചാറ്റ് എന്നുള്ള ഈ ബട്ടൺ അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ചാറ്റിലോട്ട് പോകും. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഓൾറെഡി നിങ്ങൾ കോൺവെർസേഷൻ നടത്തി, നിങ്ങൾക്ക് അത് വേണ്ട, ഇനി പുതിയൊരു ചാറ്റാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂ ചാറ്റ് എന്നുള്ള ബട്ടൺ നിൽക്കിയാൽ മതി. മൊബൈലിൽ അതൊന്നും കാണുന്നില്ലല്ലോ, ന്യൂ ചാറ്റ് ഒന്നും. മൊബൈലിൽ ഉണ്ടാവുമല്ലോ, ലെഫ്റ്റ് സൈഡിൽ കാണാമല്ലോ നിങ്ങൾക്ക്. മൊബൈൽ സ്ക്രീൻ വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ മൊബൈൽ സ്ക്രീൻ ഇങ്ങനെയാണോ നിങ്ങൾക്ക് വരുന്നത് അല്ലേ? അതെ. യെസ്, ഇതിൽ പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 2 ബാർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ന്യൂ ചാറ്റിന് പകരം ChatGPT എന്നുള്ള ഫസ്റ്റ് അത് ഈ ഐക്കൺ നോക്കിയാൽ മതി. അപ്പോൾ പുതിയ ചാറ്റ് ഓപ്പൺ ആവും. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. അടിയിലുള്ള വിൻഡോയില് ചാറ്റ് ചെയ്താൽ മതിയോ? റിപ്ലൈ ടു ചാറ്റ് എന്നല്ലേ? ഇവിടെ അല്ലേ ആസ്ക് എനിത്തിങ് എന്നുള്ള എടുത്തല്ലേ? അതെ, യെസ്, അവിടെ ചാറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, അത് മതി. ഓക്കെ, ശരി ശരി. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇനി എന്ത് ചെയ്യുക, ചാറ്റ്ജിപിടി ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരാണെന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ചാറ്റ്ജിപിടിനോട് ചോദിക്കാം. ആസ്ക് മീ 5 questions to introduce myself എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ സപ്പോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആസ്ക് മീ 5 QUE questions to introduce myself എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ട അറിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് ചാറ്റ്ജിപിടിനോട് പറഞ്ഞു കൊടുക്കുക? ഞാൻ എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ ജോലി പറഞ്ഞു, ഇനി എന്ത് കൊടുക്കും? അങ്ങനെ ചോദ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 5 ചോദ്യം നിങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു 5 ചോദ്യം ചാറ്റ്ജിപിടിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു 5 ചോദ്യം ചാറ്റ്ജിപിടി നമുക്ക് തന്നു. ഓക്കെ, ആ 5 ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ്ജിപിടി നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്താൻ പറ്റും. ഓക്കെ, വാട്ട് പ്രോബ്ലം ഡു യു സോൾവ് ആൻഡ് ഫോർ ഹോം എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, വാട്ട് ആർ യു കറന്റ്ലി ബിൽഡിംഗ് ഓർ വർക്കിംഗ് ഓൺ റൈറ്റ് നൗ? വാട്ട് സ്കിൽസ് ഓർ സ്ട്രെങ്ത് മേ യു മേക്ക് യു ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഇൻ യുവർ ഫീൽഡ്? വാട്ട് റിസൾട്ട് ഓർ ഔട്ട്കം ഹാവ് യു ഓൾറെഡി അച്ചീവ്ഡ് വെൻ സ്മാൾ വൺ? വാട്ട് ആർ യു ഹെഡിങ് നെക്സ്റ്റ്? വാട്ട്സ് യുവർ ക്ലിയർ ഗോൾ? ഇങ്ങനെ 5 ചോദ്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്,
ChatGPT തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 ചോദ്യത്തിന് കൃത്യമായിട്ട് നമ്മൾ ഉത്തരം നൽകി കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ആർക്കുണ്ടാവും? ChatGPTക്ക് ഉണ്ടാവും. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എങ്ങനെയാണ് ഒരു AI മോഡൽ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് ഡാറ്റ നമ്മൾ AI മോഡലിന് കൊടുക്കണം. അത് കൊടുക്കേണ്ട രീതിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പുതുതായിട്ട് നിങ്ങൾ ഒരു ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യും, നിങ്ങളെക്കുറിച്ച് ധാരണ AI ടൂളിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 5 ചോദ്യങ്ങൾ നമ്മളെ കുറിച്ച് വേണ്ടി ചോദിക്കാൻ വേണ്ടി 5 ചോദ്യങ്ങൾ കൊടുക്കാം. 5 ചോദ്യം ഉത്തരം നൽകാം. അപ്പോൾ ഇത് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ചോദ്യമാണോ വരുന്നത്? ഇപ്പം എല്ലാവർക്കും ഇപ്പം ഞാൻ ഈ ചോദിക്കുമ്പോൾ 5 ചോദ്യം ചോദിക്കുമ്പോൾ എന്നോട് ഇത്രയും ചോദ്യം ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ചോദ്യങ്ങളാണെന്നുള്ള നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, അപ്പോൾ അതിന് കറക്റ്റ് ഉത്തരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആൻസേഴ്സ് എന്ത് ചെയ്യും, ChatGPT തരും. ഓക്കെ, അപ്പം എന്നോട് ചോദിച്ചിട്ടുള്ള എന്ത് പ്രോബ്ലമാണ് ഞാൻ സോൾവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതിന് ആർക്കാണ് എന്നാണ്. അപ്പോൾ ഐ ഹെൽപ്പ് കോമൺ പീപ്പിൾസ്, സാധാരണക്കാരനായിട്ട് ആളുകൾക്ക് കോമൺ ടു ലേൺ സ്കിൽസ് ഇൻ AI. AI സാധാരണക്കാരായിട്ട് ആളുകൾക്ക് AI ലേൺ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഐ ഹെൽപ്പ് ടു ടീച്ച് പീപ്പിൾ ടു ലേൺ AI സ്കിൽസ് എന്ന് പറയാം. ഓക്കെ, ഒന്നാണ്. രണ്ടാമത്തെ ഉത്തരം, ഒരു ഷിഫ്റ്റ് നോക്കിയിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് നോക്കിയിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ താഴോട്ട് എന്ത് ചെയ്യും, വരും. അപ്പം അങ്ങനത്തെ അതറിയാത്ത ആളുകൾക്ക് കേട്ടോ. നമ്മൾ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കുന്നുണ്ടോ? ലൈവായിട്ട് ചെയ്ത് നോക്കുമ്പോൾ സംശയങ്ങളുണ്ടാവും. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് നോക്കിയിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നിട്ട് അടിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ എഴുതുമ്പോൾ ഷിഫ്റ്റൊക്കെ എൻ്റർ അടിക്കും, 3 ചെയ്യുക, എൻ്റർ അടിച്ചിട്ട് 4 ചെയ്യുക, എൻ്റർ അടിച്ചിട്ട് 5 ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിനും ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചോദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, നിർമ്മിക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് ഇടണം കേട്ടോ. എല്ലാം റെഡിയാണോ ചെയ്യാൻ? ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ബഷീർ സാറിന് എന്ത് ചോദ്യങ്ങളാണ് കിട്ടിയത് ഇങ്ങനെ ചോദിച്ചപ്പോൾ? എനിക്ക് ഈ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതെല്ലാം ചോദ്യം കിട്ടിയത്? മൈക്രോഫോണേ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്, അതിലെല്ലാം സംസാരിക്കാതെ. ബഷീർ സാർ വേണ്ട, വേറെ ആരെങ്കിലും ജോജി സാർ ചെയ്ത് നോക്കുന്നുണ്ടോ? അപ്പം ഞാൻ 5 ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 5 ചോദ്യങ്ങൾ തന്നു. 5 ചോദ്യം ലെവൽ ഇങ്ങനെയാണ്. അത് എന്ത് പ്രോബ്ലമാണ് ഞാൻ സോൾവ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് എന്ത് ചോദ്യമാണ് ChatGPT തന്നത്? ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടില്ല, ആരെങ്കിലും ഉണ്ടോ ലൈവായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് എന്ത് ചോദ്യം, എന്താ ഡിഫറൻസ്, ഓരോരുത്തർക്കുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എനിക്ക് വന്നത്, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഡു യു ടീച്ച്, വേർ ഡു യു വർക്ക്, വൈ ഡു യു ലൈക്ക് ടീച്ചിങ്, വാട്ട് ഡു യു എൻജോയ് ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം. യെസ്, അപ്പോൾ അതിന് കറക്റ്റ് ഉത്തരം കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ടീച്ചിങ് ആണ് നിങ്ങളെ പാഷൻ എന്ന് ChatGPTക്ക് ഓൾറെഡി അറിയാം അല്ലേ? അതെ, അറിയാം. കാരണം നിങ്ങൾ മുൻകൂട്ടി എന്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങൾ കറക്റ്റ് ഉത്തരം കൊടുത്താൽ നിങ്ങളെ കുറിച്ച് ഒന്നും കൂടി ഇൻഡെപ്ത് നോളേജ് ChatGPT കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളെ കുറിച്ചുള്ളൊരു നോളേജ് ChatGPT ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിലും ChatGPT ട്രെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളോട് ഇങ്ങോട്ട് ഈ ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് 5 ചോദ്യം എന്നോട് ചോദിക്കാൻ പറയാം. ഓക്കെ, ഇപ്പൊ ഡിസൈൻ, പോസ്റ്റർ ഡിസൈനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഐ നീഡ് ടു സ്റ്റഡി പോസ്റ്റർ ഡിസൈനിങ് സോ ദാറ്റ്, അല്ലെങ്കിൽ എന്നെ പോസ്റ്റ് എനിക്ക് പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് 5 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ എൻ്റെ നോളേജ് ChatGPTക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് എനിക്ക് സിലബസ് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം നമ്മുടെ ലെവൽ ഓഫ് IQ-അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ChatGPT തയ്യാറാക്കി തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യം എന്താണ് അതിനനുസരിച്ച് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ നമ്മളെ ഒരു ലെവൽ മനസ്സിലാവും. ഇപ്പോൾ ടീച്ചറാണ് ഹസീന മാഡം അല്ലേ? അപ്പോൾ 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം എന്നാണ് മാഡത്തിന്റെ ആവശ്യം എന്ന് വെക്കുക. അപ്പോൾ എനിക്ക് കുറച്ചു നേരം നല്ല ഡിസ്റ്റർബൻസ് ആയിരുന്നു, കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഓക്കെ,
ഒന്ന് റിപ്പീറ്റ് മനസ്സിലായില്ലേ? ചെയ്യോ പറഞ്ഞത്? ഇല്ല, ഒന്നും കേട്ടില്ല അങ്ങോട്ട്. കുറച്ചു നേരമേ ഉള്ളൂ. നിങ്ങൾ ഈ ചോദ്യം പഠിച്ചതിന് ഉത്തരം കൊടുത്തില്ലേ? ആ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ക്ലാസ്സിൽ ചോദിച്ചത്. ഓക്കെ. അപ്പൊ ഇതിന് ഉത്തരം കറക്റ്റ് കൊടുത്തോളൂ. ഇപ്പൊ നിങ്ങൾ ടീച്ചർ എന്ന കേസിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടികൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം. നിങ്ങൾ ആവശ്യം അതാണ് വിചാരിക്കാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ ഒരു ടീച്ചറാണ്, 4ാം ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്നോട് എന്ത് ചെയ്യണം? ഒരു 5 ചോദ്യം ചോദിക്കണം. ഓക്കെ. അപ്പോൾ 5 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുമ്പോൾ നിങ്ങൾ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും? ChatGPT നിങ്ങൾക്ക് തരും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ വേറൊരു ടോപ്പിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കണം, നിങ്ങൾ ആവശ്യതാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, എന്നോട് 5 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണം, അപ്പൊ അതിന് ഉത്തരം നൽകി വേണം. അപ്പൊ അതിന് വേണമെങ്കിൽ സിലബസ് തയ്യാറാക്കി തരണം, നിങ്ങൾ ആവശ്യതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എനിക്ക് പഠിക്കണം, സിലബസ് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡായിട്ട് എന്ത് ചെയ്യുള്ളൂ? ഒരു സിലബസ് തയ്യാറാക്കി തരും. അതിന് പകരം നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ലെവൽ എന്താണ്, നിങ്ങളുടെ ലെവൽ അനുസരിച്ച് സിലബസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു 5 ചോദ്യം എന്ത് ചെയ്തു? ChatGPT നിങ്ങൾ കൊടുക്കുന്നു. 5 10 എത്ര ചോദ്യം കൊടുക്കാം. അപ്പൊ അതിന് അനുസരിച്ച് ഉത്തരം നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ലെവലിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കും ChatGPT നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലായോ? ഇത് ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ കോൺടെസ്റ്റും സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? സിനിമാടത്തിന് കിട്ടിയോ? മനസ്സിലായി. താങ്ക് യു. ബഷീർ സാറിന് മനസ്സിലായോ? അബിക്ക് മനസ്സിലായി. ബഷീർ സാറിന് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ. യെസ്. വേറെ ആരല്ലേ? യെസ്. ധനന്ത് എന്താണ് പേരെന്തായാലും? അബുസിനാൻ. അബുസിനാൻ മനസ്സിലായോ സാറിന്? മനസ്സിലായി. ഞാൻ 5 ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോ അവർ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് റിപ്ലൈ ചെയ്തു നിങ്ങൾ പറഞ്ഞ പോലെ. അപ്പൊ വീണ്ടും 3 ക്വസ്റ്റ്യൻ അവർ ഇങ്ങോട്ട് ചോദിച്ചു. മറ്റേ റിഗാർഡിങ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ട് തന്നെ അവർ ചോദിച്ചു, അതിന് മറുപടി കൊടുത്തു. അപ്പൊ ഒരു ഐഡിയ കിട്ടി. ശരി. ഓക്കെ. ഇപ്പൊ നിങ്ങളെ കുറിച്ചൊരു ധാരണ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ChatGPT മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കും. ഓക്കെ. ChatGPT ഒരു ബുദ്ധി ഉണ്ട്, ഒരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിനിൽ എന്ത് ചെയ്യും? അത് ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. യെസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏതൊരു AI മോഡലിലെയും ChatGPT മാത്രമല്ല, ജെമിനി ആണെങ്കിൽ കൂടി നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ഇതിനാണ് ChatGPT ട്രെയിൻ ചെയ്യാന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉത്തരം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളതിനും ഉത്തരം കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ChatGPTക്ക് ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോർ GPT എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, പല GPT, അതായത് ChatGPTയെ പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, ChatGPT വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല GPTs, AI മോഡൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ആണ് പഠിക്കേണ്ടതെന്ന് വെക്കാം. ഓക്കെ. പ്രോഗ്രാമിംഗ് എന്നുള്ള ഇവിടെ സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ് ആണ് പഠിക്കേണ്ടത്. ഡിസൈനിങ് ആണല്ലോ നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഡിസൈനിങ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഡിസൈനിങ് മേഖലയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറേ GPTs നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. സെർച്ച് ചെയ്ത് നോക്കാം. എഡ്യൂക്കേഷൻ എന്നുണ്ട്. യെസ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ എക്സ്പ്ലോർ GPT എന്നുള്ള ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോണിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പോൾ ഓരോ GPT ആണ് പറഞ്ഞാൽ ഒരു കസ്റ്റമൈസ് ചെയ്തുള്ള സാധനമാണ്. പ്രത്യേക പരിപാടിക്ക് വേണ്ടിയിട്ട്, പ്രത്യേക യൂസ് കേസിന് വേണ്ടിയിട്ട് ആളുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു GPT ആണ്. ഓക്കെ. മനസ്സിലായോ? ഇതിൻ്റെ ഐഡിയ കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായോ? അപ്പോൾ ഇതിലിപ്പോൾ ഡിസൈനിങ് ക്യാൻവാസ് പ്രോ AI ഇന്റീരിയർ ഡിസൈനിങ് റൂം പ്ലാനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചാറ്റ് എന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ട്രെയിനിങ് എങ്ങനെയാണ്, അപ്പോൾ ഇതുപോലെ ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു GPT ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യാൻ, റൂം ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ GPT ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഇത് തരുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ മേഖലയ്ക്ക് ഒരുപാട് GPT അവിടെ ആളുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണമെങ്കിൽ ഈ GPT നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്റ്റാർട്ട് ചാറ്റ് എന്നുണ്ട്. ചാറ്റ് GPT പോലെ ചാറ്റ് GPT വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കസ്റ്റം GPT ആണ് ഇതെന്ന് പറയാം. ഓക്കെ, ഇത് മനസ്സിലാകും നിങ്ങൾക്ക് എന്താ അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ക്യാൻവാസ് പ്രോ ഇൻറ്റീരിയർ ഡിസൈനിങ് റൂം പ്ലാനിങ്ങിൽ ഇപ്പോൾ റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചോദ്യം ഇവിടെ ചോദിച്ചാലും അതിൻ്റെ ഉത്തരം നൽകും. എനിക്ക് മനസ്സിലായോ? ഇതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ള മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ട്? ഞാൻ പറഞ്ഞു തന്നത്. ഹലോ, ഓക്കെ ആണോ? ഓക്കെ. യെസ്, ഇവിടെ ചോദിക്കണം ഡിസൈൻ എ മോഡേൺ റൂം ബെഡ്റൂം വിത്ത് 3D വിഷ്വൽസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് എടുത്തപ്പോൾ നമുക്കൊരു മോഡേൺ റൂം 3D വിഷ്വൽസ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണമെങ്കിൽ ഇത്തരം GPTs നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് GPT ചാറ്റ് GPTയിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട GPT എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പല യൂസ് കേസിനും ആളുകൾ നമ്മളെ പോലത്തെ ആളുകൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന GPT ആണ്. ഈ GPT എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ ട്രെയിൻ ചെയ്ത പോലെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഓരോ GPTകളാണത്. അപ്പോൾ അവിടെ അതിൽ കണ്ടോ, ഇത് പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കസ്റ്റം ചെയ്തിട്ടുള്ള GPT ആണ്. അപ്പോൾ ഒരു 3D വിഷ്വൽ ആയിട്ടുള്ള റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ആ പ്രോംപ്റ്റിന് വേണ്ടി ഉത്തരം നൽകി. അപ്പോൾ ഇതിന് കസ്റ്റം ചെയ്തിട്ടുള്ള GPT ആണത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് GPTs അവൈലബിൾ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അതുപോലെ തന്നെ വേറെ GPT ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഡിസൈനിങ്ങിന്, പ്രോഗ്രാമിങ്, കോഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു കുറേ GPTs ഉണ്ട്. നമുക്ക് ഇതിൽ GPT ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. കോഡിങ് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള GPT ആണത്. ഇപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, പഠനവുമായി ബന്ധപ്പെട്ട GPT ആണെങ്കിൽ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ലേൺ ഇംഗ്ലീഷ് വിത്ത് എമിലി യുവർ ഇംഗ്ലീഷ് ടീച്ചർ. ഇംഗ്ലീഷ് പഠിക്കേണ്ട ആളുകൾക്ക് ഇവിടെ ഓൾറെഡി ഒരു GPT ഉണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ട്യൂട്ടർ പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു GPT ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ GPT വെച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ ചാറ്റ് GPT ട്രെയിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് എന്തിനു കാണിച്ചിരുന്നു വെച്ചാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ AI പോസ്റ്റർ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് GPTs ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ചാറ്റ് GPTയിലുള്ള ഓരോ ടൂളുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പം ഇവിടെ കണ്ടോ മൈ GPT എന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് തന്നെ ഒരു GPTന് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഹായ്, ഐ വിൽ ഹെൽപ്പ് യു ടു ബിൽഡ് എ ന്യൂ GPT. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആസ്ക് എനിത്തിങ് എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ GPT എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഡിസൈനറായിട്ട് ആക്ട് ചെയ്യണം, അതിന് ഈ പല രൂപത്തിൽ ഡിസൈൻ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മലയാളത്തിലും കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഇതുപോലത്തെ GPT നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹായ്, ഐ വിൽ ഹെൽപ്പ് യു ടു ബിൽഡ് എ ന്യൂ GPT. യു ക്യാൻ സേ സംതിങ് ലൈക്ക് മേക്ക് എ ക്രിയേറ്റീവ് who helps generate visuals for new products and make a software engineer who help format my code. എന്നൊക്കെ എക്സാമ്പിൾ കൊടുക്കുന്നത്. ഇതുപോലെ നമുക്കൊരു GPTനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പേരിൽ, ഇപ്പോൾ ഇത് ഒരു ഓപ്പൺ സോഴ്സ് പോലെയാണ് ചാറ്റ് GPT യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു കസ്റ്റമായിട്ട് ഒരു GPT ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു GPT ഉണ്ടാക്കി, അപ്പോൾ ബാക്കി പേരിക്കടക്കം എന്ത് ചെയ്യാൻ പറ്റും, ആ GPT കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതിന് ഉത്തരം നൽകുന്നതാണ്. യെസ്, കസ്റ്റം ഡിസൈന് വേണ്ടി നമുക്ക് GPT ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് സാധനം എന്നുള്ള ഇവിടെ നിങ്ങൾ എന്ത് ഈ ആസ്ക് എനിത്തിങ്ങിലോട് നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യണം നിങ്ങളുടെ കമ്പനിക്ക്. ആ സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ ആ സ്റ്റാഫ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ ചെയ്യണമെന്ന്.
അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതെന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അത് തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് നാളെ വരുമ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഓരോരുത്തർ GPT ഉണ്ടാക്കി വരിക. ഇപ്പം ഞാനൊരു ടാസ്ക് ഞാൻ കാണിച്ചു തരുന്നില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വരാം. ഓക്കെ, നിങ്ങൾ പോസ്റ്റ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് മേഖലയിലാണോ അതിന് വേണ്ടിയിട്ട് കസ്റ്റമായിട്ട് ജനറേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു GPT ഉണ്ടാക്കിയിട്ട് തന്നെ കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ ഓവറോൾ ChatGPTയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിളാണ് കസ്റ്റം GPT ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് GPT അല്ലാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടാസ്കിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ, എക്സ്പ്ലോർ GPTൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്കൊരു സ്കൂളിലൊരു വർക്ക് ഉണ്ട്. അപ്പോൾ ആ വർക്കിൻ്റെ ഒരു പേര് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പ്രൊജക്റ്റ് എന്നുള്ളത് AI ക്ലാസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ AI പോസ്റ്റർ ഡിസൈനിങ് എൻ്റെ പ്രൊജക്റ്റാണ്. AI പോസ്റ്റർ ഡിസൈനിങ്. ഓക്കെ, പ്രൊജക്റ്റിനൊരു പേര് കൊടുത്തു, ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു. അപ്പോൾ AI പോസ്റ്റർ ഡിസൈനിങ് എന്നുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ ന്യൂ ചാറ്റ് ഇൻ AI പോസ്റ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ തവണയും ChatGPT നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട, അപ്പോൾ പോസ്റ്റ് ഡിസൈനിങ് ആണ് ടോപ്പിക് എന്നുള്ളത്, അതിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പോസ്റ്റ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് കസ്റ്റം ചെയ്ത് അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയിക്കട്ടോ. ഓക്കെ, അബിക്ക് ഓക്കെയാണ്, അസീന മാഡത്തിന് ഓക്കെ ആണോ? ന്യൂ പ്രൊജക്റ്റിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത്? കസ്റ്റം GPT പറഞ്ഞാൽ പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് GPT നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അത് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് മാത്രമല്ല വേൾഡ് വൈഡ് ChatGPT യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത് നമുക്ക് വേണ്ടി കസ്റ്റം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ChatGPTൻ്റെ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. സ്കൂളത്തെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് എങ്ങനത്തെ ഉത്തരമാണ് വരേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ വേണ്ടതെന്നുള്ള അതിലാണ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ന്യൂ പ്രൊജക്റ്റിൽ നമുക്ക് ഹായ് എന്ന് കൊടുക്കാം. അപ്പോൾ ന്യൂ പ്രൊജക്റ്റിൽ ജസ്റ്റ് നമ്മൾ ഹായ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കിനനുസരിച്ചാണെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡിസൈനിങ് ആണ് നിങ്ങളുടെ ഏരിയ എന്നുണ്ടെങ്കിൽ എപ്പോൾ ഡിസൈനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് ഈ ന്യൂ പ്രൊജക്റ്റിൽ ഡിസൈനിങ് ടോപ്പിക് കൊടുക്കാനായിട്ട് അതിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ ChatGPT തുറക്കുമ്പോൾ പല ടോപ്പിക്കല്ല നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പോൾ ഓരോ ടോപ്പിക് കൊടുക്കുമ്പോൾ GPTക്ക് കൺഫ്യൂഷൻ ആവും, എന്താണ് നിങ്ങൾ ആരാണ്. ഒരു തവണ നമ്മൾ ഡിസൈനറാണെന്ന് പറഞ്ഞു, ഒരു തവണ നമ്മൾ ടീച്ചറാണെന്ന് പറഞ്ഞു, മറ്റേ തവണ നമ്മൾ റിസർച്ചറാണെന്ന് പറഞ്ഞു, പലതവണ. അപ്പം അങ്ങനെ കൺഫ്യൂഷൻസ് ഇല്ലാക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ആ പർട്ടിക്കുലർ ടാസ്കിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ ചാറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഉപയോഗിക്കേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ന്യൂ പ്രൊജക്റ്റിൽ ഞാൻ പറയാണ് ഈ പ്രൊജക്റ്റിൻ്റെ ആവശ്യം എന്താണ്, ആക്ട് ആസ് എ പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനർ. ഓക്കെ, ഞാൻ പറയാണ് ഈ പ്രൊജക്റ്റിൽ ChatGPT എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യണം എന്ന് പറയാണ്. ഫിർദൌസ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അല്ലേ? ഫിർദൌസ് എന്ത് ലേറ്റായി? യെസ്, അപ്പോൾ നമ്മൾ ChatGPT എന്നുള്ള ടൂളിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ്. അതിൽ കസ്റ്റം GPT എന്നുള്ളൊരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ഇപ്പം 4 ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളൊരു സംഗതി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് നമ്മൾ പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഒരു പേർപ്പസാണ്. അപ്പോൾ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എടുത്ത് അതിൻ്റെ പേര് കൊടുത്തു,
ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യണം, ചാറ്റ് GPT അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ. ആൻഡ് ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുകയാണ്. ബിഫോർ ഐ ഡിസൈൻ എനിത്തിങ് ഐ നീഡ് ക്ലാരിറ്റി. അപ്പോൾ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ 5 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ 5 ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാം. വാട്ട് എക്സാക്ട്ലി ആർ യു ഡിസൈനിങ്? അപ്പോൾ നിങ്ങളുടെ മേഖലയ്ക്ക് അനുസരിച്ചിട്ടുള്ള പോസ്റ്ററാണോ, ബിൽ ബോർഡാണോ, സോഷ്യൽ മീഡിയ പോസ്റ്ററുകളാണോ, ഹെഡ് ബ്രാൻഡാണോ, നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, വാട്ട് ഈസ് ദ ഗോൾ, നമ്മളെ ലക്ഷ്യം എന്താണ്, വേർ വിൽ ഇറ്റ് ബി യൂസ്ഡ്, ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടുള്ളതാണോ? അപ്പോൾ ഇതിനൊക്കെ ഉത്തരം നൽകി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡാറ്റ അവിടെ ഫീഡ് ചെയ്യും. അപ്പം നമ്മൾ പിന്നെ എന്തുണ്ടാക്കുമ്പോഴും ഇതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടാം. ക്ലിയർ ആയോ? ഹലോ, യെസ് യെസ്, ക്ലിയർ ആയി. ഇത് ക്ലിയർ ആകാത്ത ആരെങ്കിലും ഉണ്ടോ? യെസ്, ക്ലാസ്സിനെ മറ്റും ക്ലിയർ ആയി. ബഷീർ സാറിന് ഓക്കെ. ജോജി സർ ക്ലിയർ ആയി. ഷാഹുൽ അമീദ് സാറിന് ഇത് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഞാൻ ക്ലാസ്സിൽ ഒന്നും കേട്ടിട്ടില്ല, ഞാൻ വർക്കില്ല. ഓക്കെ. അപ്പോൾ സർ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും, സർ അതൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ. നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് ചാറ്റ് GPT എന്ന ടൂളിനെ കുറിച്ചാണ്. അപ്പോൾ ചാറ്റ് GPTനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിചയപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ചാറ്റ് GPT അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞു. എക്സ്പ്ലോർ GPT എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ന്യൂ പ്രൊജക്റ്റ് എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് ചാറ്റ് GPTനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോസ്റ്റർ ഡിസൈനിങ് ആണ് നമ്മൾ ഏരിയ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. അപ്പം ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഓപ്ഷൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട രീതികളൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ചാറ്റ് GPTയുടെ കുറച്ച് സെറ്റിങ്സ്, അപ്പം ഇതൊക്കെ ഓവറോൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ചാറ്റ് GPT ആണ് ചാറ്റ് GPTയുടെ ഗോ എന്ന വെർഷനാണ്. ഓക്കെ. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിൽ എല്ലാവരും ഫ്രീ ആണോ ഉപയോഗിക്കുന്നത്? ഫ്രീ വേർഷൻ ആണ്. പെയ്ഡ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? എല്ലാവരും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ചാറ്റ് GPTയുടെ പെയ്ഡ് വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പെയ്ഡ് വെർഷൻ ആയിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫോട്ടോസും ഇമേജൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ വെർഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ എൻ്റെ പേര് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഗോ എന്നുള്ള ഒരു വെർഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഗ്രേഡ് പ്ലാൻ എന്നുള്ളുണ്ട്, പേഴ്സണലൈസേഷൻ എന്നുണ്ട്, പ്രൊഫൈൽ എന്നുണ്ട്, സെറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അപ്ഗ്രേഡ് പ്ലാനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ ഒന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 399 പ്ലാനാണ്. പക്ഷേ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഒരു വർഷത്തേക്ക് ഇന്ത്യക്കാർക്ക് ചാറ്റ് GPT ഫ്രീ ആയിട്ട് ഇതിൻ്റെ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽസ് ഉണ്ടാക്കാൻ പറ്റും, കുറേ മെസ്സേജസ് അയക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഫ്രീ ഉപയോഗിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. കുറേ വലിയ ഡോക്യുമെൻറ്റ്സും സപ്പോർട്ട് ചെയ്യില്ല. കുറേ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൻസർ കിട്ടാനൊക്കെ ലോങ്ങർ മെമ്മറി ഉണ്ട്. എക്സ്പാൻഡഡ് വോയിസ് മോഡ് എന്നൊക്കെ ഉണ്ട്. പിന്നെ പ്ലസ് പറഞ്ഞ വെർഷൻ ഉണ്ട്, 199 ഒരു മാസത്തേക്ക് വരുന്നത്. ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ പ്രോ വെർഷൻ ഉണ്ട്, 16,699 റുപ്യാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെ യൂസ് കേസിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാം. ഓക്കെ. നിങ്ങൾക്ക് എന്താണോ അപ്പോൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഗോർണ വെർഷനെങ്കിലും യൂസ് ചെയ്താലാണ്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വർക്കൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ഗോർണ വെർഷനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. സാറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജോജി സാറിന്? ഇല്ല. ഓക്കെ. അതുപോലെ ബിസിനസ് പ്ലാൻ വേറെ ഉണ്ട്, 1,800 പ്ലാൻ ഉണ്ട്,
പിന്നെ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ സ്പെഷ്യൽ പ്രൈസിങ് അങ്ങനത്തെ പ്ലാനും അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് സാറേ നമുക്ക് അപൂർവം എപ്പോഴെങ്കിലും ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ പ്ലാൻ ഒന്നും വേണ്ടല്ലോ. വേണ്ട ഇത് തന്നെ ധാരാളം, ഫ്രീ പ്ലാൻ തന്നെ ധാരാളം. അതായത് ബിസിനസ് ലെവലിൽ ചിന്തിക്കുന്നവർക്കല്ല പ്ലാൻ നിങ്ങൾ പറഞ്ഞേ? യെസ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു 5 പോസ്റ്റേഴ്സ് ഒക്കെയാണ് ഫ്രീ വെർഷനിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. ആരെയും ചെയ്ത് നോക്കിയാൽ ആരെങ്കിലും ഉണ്ടോ മാക്സിമം എത്ര പറ്റും എന്നുള്ളത്? ഫ്രീ വെർഷനിൽ 1, 2, 3 ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത 24 മണിക്കൂർ കൊണ്ട് വരെ വെയിറ്റ് ചെയ്യാനൊക്കെ പറയും, ഫ്രീ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതിൽ ആരെങ്കിലും സ്ഥിരമായിട്ട് ഫ്രീ വെർഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകളുണ്ടോ? ജോയിൻ ചെയ്ത ആളുകളിൽ നമ്മള് ഫോട്ടോ എൻഹാൻസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രീ പ്ലാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രീ പ്ലാനിൽ 3-4 ഒക്കെ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഇങ്ങനെ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയും അല്ലേ? കഴിഞ്ഞാലേ ആവുള്ളൂ സംഭവം. 3-4 പോസ്റ്റേഴ്സൊക്കെ പറ്റുള്ളൂ ഫ്രീ പ്ലാനിൽ. അപ്പൊ അതാണ് ലിമിറ്റേഷൻസ് ഉണ്ട്. നോട്ട് ചെയ്യാം. അപ്പോൾ സ്ഥിരമായിട്ട് വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 1 മന്തിന്റെ പ്ലാനൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. പിന്നെ ഇവിടെ തന്നെ പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജിപിടിനെ നമുക്ക് വേണ്ടിയിട്ടൊന്ന് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് ജനറൽ ഓപ്ഷൻ ഉണ്ട്. ഇത് സെറ്റിങ്സ് ആണ്, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ചാറ്റ് ജിപിടിന്റെ മെമ്മറി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ സെറ്റിങ്സിലാണ്. ഇപ്പം മെമ്മറി, ഇപ്പം നമ്മൾ പറയുന്ന ഓരോ കാര്യം ഇവിടെ സേവ് ചെയ്ത് വെക്കണോ വേണ്ടെന്നുള്ളതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. പല സെറ്റിങ്സിലൊക്കെ നിങ്ങളൊന്ന് പേഴ്സണലൈസേഷനിൽ പോയി കഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഡിഫാൾട്ട് എന്നുള്ള ഓപ്ഷനാണ്. പ്രൊഫഷണൽ മോഡ് ആക്കാം, ഫ്രണ്ട്ലി മോഡ് ആക്കാം, കാൻഡിഡ്, ക്വിക്ക്, എഫിഷ്യൻസി, സൈനിക്കിനൊക്കെ പല മോഡുകളുണ്ട്. അപ്പോൾ ഏത് മോഡാണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡാണ് പ്രൊഫഷണൽ മോഡാക്കാം, ഫ്രണ്ട്ലി മോഡാണ് ഫ്രണ്ട്ലി മോഡാക്കാം. ആ ലെവലിലുള്ള രീതികളാണ് തരിക. ഓക്കെ. ക്യാരക്ടേഴ്സ് എങ്ങനെ വേണം. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന കസ്റ്റം ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാറ്റ് ജിപിടിക്ക് നോർമലി ഒരു സംഗതി ഉണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യത്തെ കുറിച്ച് ചോദിച്ചാലും നിങ്ങളെ ടോപ്പാക്കിയിട്ട് പറയും. അങ്ങനെ ഒന്നുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പൊട്ടത്തിന് ചിലപ്പോൾ നല്ല ഗംഭീരമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെക്കാൻ നമുക്ക് ഞാൻ വേണമെങ്കിൽ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് തരാം. ഈ പേഴ്സണലൈസേഷൻ എന്നുള്ളടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള ഉറപ്പ് വരുത്താം. അപ്പോൾ ചാറ്റ് ജിപിടി നല്ല വൃത്തിക്ക് വെടുപ്പിൽ എന്ത് കള്ളം പറഞ്ഞു തരും ചില സമയത്ത്, ചില കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ. അത് AI മോഡൽസിനുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ പേഴ്സണലൈസേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നിങ്ങൾക്ക് കസ്റ്റം ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഇവിടെ എന്ത് കൊടുക്കുന്നതനുസരിച്ചാണ് ഉത്തരം വരിക. അത് ബ്രെയിനാണ്, ആ ബ്രെയിനിൽ ഫീഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓവറായിട്ട് എന്ത് ചെയ്യുക, ഓവറായിട്ട് ഉത്തരം ഭയങ്കര എന്ത് ചെയ്യുക, ഓവർ എക്സാഗ്രേറ്റഡ് ആയിട്ട് തള്ളിപ്പറയുക. അങ്ങനെയൊക്കെ ചില അപ്പോൾ എന്തെങ്കിലും ഒരാളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾക്ക് തന്നെ, അതായത് ഒരാളെ ചടപ്പിക്കാത്ത രീതിയിലാണ് ഉത്തരം നൽകുക. ചിലപ്പോൾ നുണയാണെങ്കിലും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടൊക്കെ ചിലപ്പം ചാറ്റ് ജിപിടി ഉത്തരം നൽകും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ AI മോഡൽസിനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാക്കാൻ വേണ്ടി നമുക്ക് എന്താ ഈ കസ്റ്റം ഇൻസ്ട്രക്ഷൻ എന്നുള്ളടത്ത് നമുക്കൊരു പ്രോംപ്റ്റ് ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലൈസേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നിങ്ങൾ അതൊന്ന് ഇൻസ്ട്രക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. ഇൻസ്ട്രക്ഷൻ ഒന്ന് കൊടുക്കുക. ഒരു മിനിറ്റ്. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്നത് ഈ ടൂളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ അറിവുകൾക്ക് പുതുതായിട്ടല്ല, ആൾറെഡി അറിയുന്നതെന്നല്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനത്തെ അറിവുകൾ കിട്ടുന്നത്. അറിയാനും ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം എന്നുള്ള ആളുകളുണ്ടോ? ഹലോ, ഇങ്ങനെ ഒരു സംഗതിയൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ ചാറ്റ് ജിപിടി ഈ മെമ്മറിയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പേഴ്സണലൈസേഷൻ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, ഈ പ്രോംപ്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഓവറായിട്ട് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജിപിടി പൊതുവേ ചെയ്യുക എന്താണ്, അതിനെക്കുറിച്ച് ഭയങ്കര എക്സാഗ്രേറ്റഡ് ആയിട്ട് തള്ളിപ്പറയും. ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഭംഗിയായിട്ടൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതൊന്നും ഇല്ലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മെമ്മറി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ, ഐ ഡോണ്ട് വാണ്ട് യു ടു അഗ്രി വിത്ത് മീ, ജസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരും ചില സമയത്ത്.
പൊളൈറ്റ് സപ്പോർട്ടീവ് ആണ്. ഡ്രോപ്പ് ദ ഫിൽറ്റർ, ബി ബ്രൂട്ടലി ഹോണസ്റ്റ്, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം, ലോജിക്കലായിട്ട് പറയണം. ചലഞ്ച് മൈ അസംഷൻ, ക്വസ്റ്റ്യൻ മൈ റീസണിങ് ആൻഡ് കാൾ ഔട്ട് എനി ഫ്ലോസ്. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. സത്യസന്ധമായിട്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT മെമ്മറിയിൽ നിങ്ങൾക്ക് ഒന്നൊന്ന് ഫീഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫീഡ് ചെയ്ത് കൊടുക്കാം. നിക്ക് നെയിം, നിങ്ങൾ എന്ത് വിളിക്കണം ChatGPT എന്നുള്ള ഇവിടെ പേര് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ ഒക്യുപ്പേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. നിങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ കണ്ട മെമ്മറി എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ മെമ്മറി ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയണമൊന്നും പിന്നെ ChatGPTക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഈ മെമ്മറി ഓൺ ആയതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഒരു പ്രാവശ്യം ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറിയിൽ ഫീഡ് ആകുന്നത്. അപ്പോൾ ഇത് ഓഫ് ആക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഓഫ് ആക്കി ഇടാം. ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ എപ്പോഴും പുതിയ ആളായിട്ടായിരിക്കും ChatGPT നമ്മളെ പരിഗണിക്കുന്നുണ്ടാകുക. ഓക്കെ. യെസ്. അപ്പോൾ ഇവിടെ റെഫറൻസ് ആൻഡ് സേവ്ഡ് മെമ്മറി എന്നുള്ളത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ മെമ്മറികളൊക്കെ എന്ത് ചെയ്യും, ChatGPTക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ താഴോട്ട് വന്നാൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ വെബ് സെർച്ച്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചാൽ വെബ് എന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ അത് ഓൺ ആക്കിയിട്ടാൽ ഗൂഗിളിലൊക്കെ തപ്പിയിട്ട് അതിൻ്റെ ആൻസർ തരും. അതിനാണ്. ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൊളാബറേറ്റ് വിത്ത് ChatGPT ഓൺ ടെക്സ്റ്റ് ആൻഡ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ChatGPT വോയിസ് മോഡ് ഓൺ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കിയിടാം. അഡ്വാൻസ്ഡ് വോയിസ് ഫീച്ചേഴ്സ് ഉണ്ട്. കണക്റ്റേഴ്സ് സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയിടാം. അതായത് ChatGPTയിൽ ഓരോ കണക്റ്റേഴ്സ് അവൈലബിൾ ആണ്. അത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് വേറെ ഉണ്ട്. ഓക്കെ. അതുപോലെ ആപ്സ് എന്നുള്ള ഇതുണ്ട്. ഇവിടെ എക്സ്പ്ലോർ ആപ്സ്, പല ആപ്സും ChatGPT അവൈലബിൾ ആണ്. ChatGPT വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പല ആപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഉണ്ട് ഫോട്ടോഷോപ്പ് ഉണ്ട്, ആപ്പിൾ മ്യൂസിക് ഉണ്ട്, ക്യാൻവ ഉണ്ട്. ChatGPT കണക്ട് ചെയ്തിട്ടുള്ള ആപ്പുകൾ സ്പോട്ടിഫൈ ഉണ്ട്. ഓക്കെ. ആപ്സുകൾ ചാറ്റ് വിത്ത് യുവർ ഫേവറേറ്റ് ആപ്പ് ഇൻ ChatGPT എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ സ്പോട്ടിഫൈ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ലവബിൾ പറഞ്ഞ ടൂൾ ഉണ്ട്. ഇത് പറഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലവബിൾ പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ലെവലിൽ നിങ്ങൾക്ക് ലവബിൾ പറഞ്ഞാൽ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. വൈബ് കോഡിംഗ് എന്ന് പറയും. അത് കോഡ് ചെയ്ത് നമുക്ക് കോഡിങ് അറിയില്ലെങ്കിലും പ്രോംപ്റ്റ് വെച്ചിട്ട് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ആ വെബ്സൈറ്റ് ലവബിളായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആപ്പ് പോയി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ടൂൾ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ അതിലുണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ ഒരു പരസ്പര ധാരണ ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വെറും ഒരു ടെക്സ്റ്റ് ടു ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് ചോദിച്ച് ഹലോ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമല്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. അത് പാരന്റൽ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ കുട്ടിക്ക് എന്താണ് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ ChatGPTയിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഈ പാരന്റൽ കൺട്രോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഫാമിലി മെമ്പർ ഉണ്ടാകുമ്പോൾ ഫാമിലി മെമ്പറിന് വേണ്ടിയിട്ട് ഒരു GPT വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അവരെന്തൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ. യെസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങളിന്ന് പഠിച്ചതിൻ്റെ ഒന്ന് ChatGPT ടൂളുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ChatGPT ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് പറഞ്ഞല്ലോ, ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് ആ പ്രൊജക്റ്റിൽ എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണോ അതനുസരിച്ച്. അപ്പോൾ എപ്പോഴും നമ്മൾ ന്യൂ ചാറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണ്ട, ഇപ്പോൾ ന്യൂ ചാറ്റ് പുതിയ ചാറ്റായി. അപ്പോൾ ഇനിയും നമ്മൾ ഹായ് ഞാൻ സവാദാണ്, ഞാൻ ഇന്നത് പഠിക്കാൻ വന്നതാണ് എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈ നാളെ വരുമ്പോൾ നിങ്ങൾക്ക് AI പോസ്റ്റർ ഡിസൈനിങ് എടുത്തു കഴിഞ്ഞാൽ നാളെ എല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ ഫീഡായി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി നോക്കിയാൽ മതി. എപ്പോഴും എന്ത് ചെയ്യേണ്ട, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അതിനാണ് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. പിന്നെ ട്രെയിൻ ചെയ്യുന്ന രീതി പറഞ്ഞു. അതുപോലെ ChatGPTയിൽ എക്സ്പ്ലോർ GPT എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മളുടേതായുള്ള GPT ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സെല്ലൊക്കെ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയുള്ള ഇത് ഓരോ ആളുകൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് വിൽക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇന്ന് ഇത്രയും മതിയില്ലേ? കുറച്ച് പുതിയ അറിവുകളൊക്കെ കിട്ടിയില്ലേ? ഹലോ. കിട്ടി. നല്ലതായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഓക്കെ. സർ പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ്സിന്റെ വീഡിയോ ഇന്ന് തന്നെ കിട്ടൂല. നാളെ ആവും. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനൊന്ന് ഡിലേ ഉണ്ടാവും.
ഓക്കെ, നാളെ മോർണിംഗ് ആകുമ്പോഴത്തേനൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഓക്കെ 1 മണിക്കൂർ ഉണ്ടല്ലോ, 1 മണിക്കൂർ സമയം എടുത്താൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് റെൻഡർ ചെയ്ത് വരുമ്പോൾ സമയം എടുക്കും. അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാവും, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ സാർ ഇന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലൊക്കെ ഒന്ന് നമ്മൾ കയറി നോക്കിയിട്ടൊന്ന് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞു, പ്രോംപ്റ്റ് ചെയ്യാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പം ഇന്നത്തെ എടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് പോസ്റ്റ് ഡിസൈനിങ്ങിലോട്ട് തന്നെ നമുക്ക് കിടക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ജെമിനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ജെമിനിയും ഇതുപോലെ തന്നെയാണ് ഏകദേശം. ജെമിനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ജെമിനിയിലും ഇതുപോലത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. gemini.google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ ജെമിനി എന്നുള്ള ഇത് വരും. കണ്ടോ, ഇതേപോലെ തന്നെയാണ് ഏകദേശം വരുന്നത്. ജെമിനിയിൽ നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ടൂൾസ് എന്നുള്ള ഓപ്ഷൻ നോക്കി ക്രിയേറ്റ് ഇമേജ്, ക്യാൻവാസ്, ഡീപ്പ് റിസർച്ച്, ക്രിയേറ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. പ്ലസ് ഐക്കൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജെംസ് എന്നുള്ളതാണ്. ഓക്കെ, ജെംസ് എന്നുള്ള ടാബാണ് ജെമിനിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂ ജെം എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ജെമിനി ഒന്ന് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. രണ്ടിലും ഏകദേശം ഒരേപോലെയാണ്, ചില വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ റിസൾട്ടുകൾ രണ്ടിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നാളെ വരിക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ലീവ് ചെയ്യാം. ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ ഓക്കെ, ബാക്കി എന്റെ വീഡിയോ കിട്ടിയതിന് ശേഷം ഒന്ന് ക്ലിയർ ചെയ്യാം, കയറാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, ശരി ശരി, വീഡിയോ വാച്ച് ചെയ്തിട്ടൊന്ന് നാളെ ലേറ്റ് ആയിട്ടുള്ള ആളുകൾ വാച്ച് ചെയ്തതിനു ശേഷം ക്ലാസ്സിൽ കയറാം. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു വെരി മച്ച്.